വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും സുഖവും സന്തോഷവും രണ്ട് ലോകത്തും നൽകട്ടെ. എല്ലാ മഹാമാരികളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കട്ടെ. അള്ളാഹു നമുക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു നൽകട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറാബും ലക്കുലക്കും തമ്മിലുള്ള ഹിവാറും ലക്കുലക്കും അഫ്രാഹും തമ്മിലുള്ള ഹിവാറും നമ്മൾ പഠിച്ച്, ലക്കുലക്കും അഫ്രാഹും ഉറാബിൻ്റെ വീട്ടിലെത്തിയത് നമ്മൾ പഠിച്ച്, അങ്ങനെ ലക്കുലക്കും അഫ്രാഹും ഉറാബിൻ്റെ വീട്ടിലെത്തി പിറ്റേ ദിവസം ലക്കുലക്ക് പറയുകയാണ്, കൂട്ടുകാരാ, നിൻ്റെ വീടിൻ്റെ അടുത്ത് ഈ ഷജറയിൽ തന്നെ ഞാനൊരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഉറാബ് പറഞ്ഞു, തീർച്ചയായും നമുക്ക് വീടുണ്ടാക്കാം. അങ്ങനെ രണ്ടാളും എന്ത് ചെയ്തു? ഉറാബും ലക്കുലക്കും കമ്പുകൾ ഒരുമിച്ച് കൂട്ടി. കമ്പുകളാണ് കാണുന്നത്, കമ്പുകളുടെ കെട്ടുകളാണ് കാണുന്നത്. അങ്ങനെ ഹയ്യാ നുലാഹിദു വനുഇദ്ദു, പരിശോധിക്കാൻ തയ്യാറാക്കാം. പേജ് പരിശോധിച്ച് ഈ പേജ് പൂർത്തിയാക്കുക. ഈ അഴ്വാദുകൾ എണ്ണി നോക്കുക, കമ്പുകൾ എന്ത് ചെയ്യുക? എണ്ണി നോക്കുക. ഒന്നാമത്തെ കോളത്തിൽ വാഹിദ്, അത് താഴെയുള്ള കോളത്തിൽ വാഹിദ് ഇസ്നാനി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഇസ്നാനി എന്ന് എഴുതി കൊടുക്കുക. വാഹിദ് എന്ന് എഴുതിയതുപോലെ ഇസ്നാനി 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി അറിയില്ലെങ്കിൽ ഈ പേജ് മറിച്ചവിടെ കാണാം കേട്ടോ. ഇവിടുന്ന് പകർത്തി മതി. ഇസ്നാനി എന്നുണ്ട്. സലാസ്, 3ാമത്തെ എണ്ണി വെക്കുക. വാഹിദ് ഇസ്നാനി സലാസ. അപ്പോൾ ഇവിടെ സലാസ അക്കത്തിലും അക്ഷരത്തിലും വേണം. അടുത്തത് വാഹിദ് ഇസ്നാനി സലാസ അർബഅ. അവിടെ എന്ത് ചെയ്യുക? അക്കത്തിലും അക്ഷരത്തിലും അർബഅ എന്ന് എഴുതുക. അടുത്തത് വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ. അവിടെ ഖംസ എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് സിത്ത, അത് ഇവിടെ ഉണ്ട് അല്ലേ. സിത്ത കഴിഞ്ഞാൽ സബ്അ. കാണി വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത സബ്അ. അവിടെ എഴുതി കൊടുക്കുക. സബ്അ അക്കത്തിലും അക്ഷരത്തിലും എഴുതി കൊടുക്കുക. അടുത്തത് എണ്ണിയാക്കി വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത സബ്അ സമാനിയ. അപ്പോൾ അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ. തിസ് കൊടുക്കുക. ലാസ്റ്റ് വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അഷറ. അഷറത്തുൻ എന്ന് എഴുതി കൊടുക്കട്ടോ. ഓക്കെ, നിങ്ങൾ 1ാം ക്ലാസ് പഠിച്ചത് എല്ലാവർക്കും അറിയണ്ടാവും. ഇനി അറിയാത്തവർ ഈ പേജ് നോക്കിയാൽ ഇവിടെ കാണാം കേട്ടോ. അടുത്ത് നോക്കി, അഹദ അഷറ അല്ലേ. ഓരോ കട്ടുകളാക്കി അഷറ. അഷറത്ത് എന്ത് ചെയ്തു? ഓരോ 10ഉം അഷറത്തും എന്ത് ചെയ്തു? ഓരോ കെട്ടുകളാക്കി. അതിൻ്റെ അടുത്ത് ഓരോന്ന് വെച്ചു. അവിടെ എണ്ണി നോക്കനി. അപ്പോൾ ഈ കെട്ടിൽ എന്തുണ്ട്? അഷറ 10 ഉണ്ട്. പിന്നെ ഒന്നുകൂടി വെച്ചു. അപ്പോൾ ഇതായി അഹദ അഷറ അല്ലേ. ഇതിൻ്റെ അടുത്ത് ഇതിൽ അഷറുണ്ട്, പിന്നെ വാഹിദ് ഇസ്നാനി. അപ്പോൾ ഇസ്ന അഷറ. അടുത്തത് ഇതിൽ അഷറുണ്ട്, പിന്നെ വാഹിദ് ഇസ്നാനി സലാസ. അപ്പോൾ സലാസത്തെ അഷറ. അങ്ങനെ ഓരോന്നും അഹദ അഷറ, ഇസ്ന അഷറ, സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഖംസത്ത അഷറ, സിത്തത്ത അഷറ, സബ്അത്ത അഷറ, സമാനിയത്ത അഷറ, തിസ്അത്ത അഷറ. 20 എത്തിക്കഴിഞ്ഞാൽ ഇശ്റൂന. 2 കെട്ട്, ഓരോന്നിലും അഷറ അഷറ. അപ്പോൾ ഇശ്റൂന. ഓക്കെ, ഒന്നുകണി അഹദ അഷറ, ഇസ്ന അഷറ. ഇസ്നാനി നോക്കി മുന്നേ കളയും കേട്ടോ. ഇസ്ന അഷറ കൂട്ടി പറയുമ്പോൾ. പിന്നെ സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഖംസത്ത അഷറ, സിത്തത്ത അഷറ, സബ്അത്ത അഷറ, ثمانية عشر
തിസ്അത അശറ ഇശ്റൂന. അന്ന് ഒന്ന് ആവർത്തിച്ച് എണ്ണി നോക്കുക കേട്ടോ. അടുത്ത പേജ് നോക്കുകയാണ്. നഉദ്ദു നമുക്ക് എണ്ണാം എഴുതാം. ഒന്നാമത്തെ അഹദ അശറ, اثنا عشر ثلاثة عشر أربعة عشر خمسة عشر ستة عشر سبعة عشر ثمانية عشر تسعة عشر عشرون. മുമ്പത്തെ പേജിലുള്ള ആ എണ്ണക്കാണ് 11 മുതൽ 20 വരെയുള്ളത്. ഇതിൽ എണ്ണി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കുക. ഇതിൽ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഇതിൽ എത്രണ്ണുണ്ട്? ഒന്നാമത്തേൽ വാഹിദ് ഇത്നാനി സലാസ അർബ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശറ അഹദ അശറ ഇത്ന അശറ സലാസ അശറ അർബ അശറ ഖംസ അശറ. ഇതിൽ ഖംസ അശറയാണല്ലോ. അപ്പോൾ അവിടെ ഖംസ അശറ എന്നൊരു മിസാല്, ഒരു ഉദാഹരണം അവിടെ ഉണ്ട് അല്ലേ. ഇനി അടുത്തത് എണ്ണി നോക്കി. വാഹിദ് രണ്ടാമത്തെ എണ്ണിയൊക്കെയാണ് നേരെ താഴുള്ളത്. വാഹിദ് ഇസ്നാനി സലാസ അർബ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശറ അഹദ അശറ ഇത്ന അശറ സലാസത്ത അശറ. അപ്പോൾ ഇവിടെ ഉണ്ടോ സലാസത്ത അശറ എന്ന് തിരഞ്ഞെടുത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കുക, അക്ക എഴുതി കൊടുക്കുക കേട്ടോ. അടിയിലെന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, അക്ഷരത്തിൽ എഴുതി കൊടുക്കുക. അക്കത്തിലും എഴുതുക, അക്ഷരത്തിലും എഴുതുക. അങ്ങനെ ഓരോന്നും എണ്ണി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്പറും എഴുതുക. പിന്നെ അക്ഷരത്തിൽ നമ്പർ മുമ്പത്തെ പേജിലുണ്ടല്ലോ അല്ലേ, ഈ പേജിൽ എന്തുണ്ട്, നമ്പറുകളുണ്ട് ഇതവിടെ. പിന്നെ എന്ത് ചെയ്യുക, ഈ പേജിൽ നോക്കിയിട്ട് അതിൻ്റെ അക്ഷരത്തിലും എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അതാ ഈ പേജ് അങ്ങനെയാണ്. പിന്നെ അടുത്ത് എന്താ വെച്ചിട്ടാ, നിങ്ങൾക്ക് ഐന് ളൈന് ഫാ ഖാഫ് ഈ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കലാണ്. ഫസ്റ്റിൽ നമ്മൾ എന്തില്ല ഇസ്ബഉൻ എന്നുണ്ട്. ഇസ്ബഉൻ എന്നുള്ളതിൽ ഐന് ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെ കൂട്ടി എഴുതുക, നിങ്ങൾ ബുക്ക് നോക്കി ക്ലിയർ ആയി കാണാം കേട്ടോ. അതുപോലെ ആണോ ഖർഉൻ, അവിടെ ലാസ്റ്റിൽ എന്നുണ്ട് ഐനുണ്ട്. ഒറ്റയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും എന്നൊക്കെ പഠിക്കണത്. ഉറാബുൻ എന്നുള്ളതാണ് തുടക്കത്തിൽ ഐൻ അല്ലോ, രണ്ടുപേരെ പോലെ തന്നെയല്ലേ ഐന് ഐനും പുള്ളിൻ്റെ ഐന് മാത്രം. ബബ്ഗാ എന്നുള്ളത് എന്ത് ചെയ്തു, അത് നടുവിൽ വന്നു. അപ്പോൾ ഫസ്റ്റിൽ വരുമ്പോഴും സെൻറ്ററിൽ വരുമ്പോഴും ലാസ്റ്റ് വരുമ്പോഴൊക്കെ എങ്ങനെയാണ് ഈ ഐന് ഐനൊക്കെ എഴുതുക എന്നാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, വൃത്തിയായിട്ടൊന്ന് എഴുതുക. ഓക്കെ, ഇതിലെന്താണ് വെച്ചിട്ട് ഫ ആണ് തുടക്കത്തിൽ വരുമ്പോൾ ഫനസുൻ, തുഫാഹുൻ അത് സെൻറ്ററിൽ വരുമ്പോൾ തുഫാഹുൻ അങ്ങനെ എഴുതും. പിന്നെ അംഫുൻ ലാസ്റ്റിൽ വരുമ്പോൾ എങ്ങനെ എഴുതും എന്ന് നമ്മളിന്ന് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് നോക്കി എഴുതുക. അതുപോലെ ഖിർദുൻ എന്ന് ഖാഫ് തുടക്കത്തിൽ, ബഖില് ലക്ക് ലാസ്റ്റ്, ബഖില് സെൻറ്ററിൽ വന്നു. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് അത്ര മതി ക്ലാസ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.